എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കല്യാണത്തിന് കിട്ടിയ കുറേ ഗിഫ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാം. കുറച്ച് ദിവസം കൊണ്ട് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഫാമിലി അല്ലേ നിങ്ങളെല്ലാവരും, അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചു തരണ്ടേ എന്തായിരിക്കും ഇതിന്റെ ഉള്ളിലുള്ളതെന്ന്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ കുഞ്ഞാ? അപ്പൊ ഫസ്റ്റ് ഏതാ നോക്കണ്ടേ? ഇതല്ലേ വലിയൊരു ഗിഫ്റ്റ് അല്ലേ? ഇത് ഫ്രെയിം എന്തെങ്കിലും ആയിരിക്കുമോ അറിയില്ല. എനിക്കുണ്ടല്ലോ, എനിക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ്സ് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഞാൻ അതിന്റെ കവർ ആണെങ്കിലും എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കും. പക്ഷെ നമുക്ക് ഒരാളെ ഗിഫ്റ്റ് തരണമെന്ന് വെച്ചാലേ അത് അത്രയും കവർ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുമ്പോ ഉണ്ടല്ലോ, അത് എത്ര കാര്യമായിട്ട് അധികം കൊണ്ടുവരണേ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തരുന്ന കവർ പോലെ എനിക്ക് അത്രയും സുരക്ഷിതമായിരിക്കും. ഞാൻ കുറെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിലുള്ള ഗിഫ്റ്റും അത് പൊതിഞ്ഞ് നിൽക്കുന്ന കവറും അതൊക്കെ ഞാൻ ലോങ്ങിൽ കാണിച്ചു തരാം. അപ്പൂസിനെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലോക്ക് ആണ് ക്ലോക്ക്, ക്ലോക്കാണ്. ഇത് മിക്കവാറും അച്ഛന് ഇഷ്ടപ്പെടുന്നു. ഇത് ശരിക്കും നമുക്കുള്ള ഗിഫ്റ്റ് അല്ല ഗൈസ്, ഇത് അച്ഛനുള്ള ഗിഫ്റ്റ്. അച്ഛന് ക്ലോക്ക്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തത് നല്ലൊരു ഗിഫ്റ്റ് അല്ലേ? വിഘ്നേശ്വരനും അതേപോലെ ശിവലിംഗം ഒക്കെ ഉണ്ട്. അടുത്ത നോക്കിയാൽ ഇത് നമുക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്താലോ? ഞാൻ ഫസ്റ്റ് വലുതേ നോക്കിയാൽ നമുക്കൊരു കുഞ്ഞു ഗിഫ്റ്റ്. അത് നോക്കാം. ഇത് ഫ്രെയിം ആയിരിക്കും മിക്കവാറും അല്ലേ? പണ്ടേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീനെ തിരഞ്ഞെടുക്കുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ എല്ലാവരുടെയും പേരിങ്ങനെ എഴുതിയില്ലേ, പേരെല്ലാം എഴുതിയിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യും. അതായിരിക്കും നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആണോ ന്യൂ ഇയർ ഫ്രണ്ട് ആണോ നോക്കുന്നില്ല. ന്യൂ ഇയർ ഫ്രണ്ടോ ക്രിസ്മസ് ഫ്രണ്ട് ആണോ? അങ്ങനെ. അപ്പൊ നമ്മള് അവിടെ നമ്മുടെ പരിപാടിക്ക് ചെല്ലുമ്പോഴേ സ്കൂളില് നമ്മൾ ആ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് അതൊക്കെ ഓർമ്മ വരും ഇങ്ങനെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നല്ല രസമാണ്. ഡോക്യുമെന്റ്സ് ഫ്രെയിം ഞങ്ങൾ നൈസായിട്ടൊന്ന് ചമ്മി. ഇതിനകത്തെ ഫോട്ടോ ഇല്ല, നമുക്കൊരു ഫ്രെയിം കിട്ടി. നമുക്ക് നല്ലൊരു ഇഷ്ടമുള്ളത് വെക്കാം. നമുക്ക് നല്ലൊരു ഫോട്ടോ. ഞാൻ ഡോക്യുമെന്റ്സ് ഇല്ലടാ, അതൊരു ജസ്റ്റ് ഒരു ഫ്രെയിമാ. ഒന്നുമില്ല ഗൈസ്, നമുക്കൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രെയിമിനകത്ത് നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കാൻ കുഞ്ഞാ. നല്ല ഫ്രെയിമാ, കൊള്ളാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫ്രെയിം അല്ലേ? ഏത് ഫോട്ടോ ആയിരിക്കും? ഞാനും അങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ മറ്റേ വൈറ്റ് ഇട്ടിട്ട് ചെയ്തില്ലേ പ്രിൻസ് ആൻഡ് പ്രിൻസസിന്റെ, ആ ഫോട്ടോ ആയിരിക്കും ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടപ്പം നമ്മുടെ അവിടുത്തെ വീട്ടിൽ അങ്ങനത്തെ ഫോട്ടോസ് ആയിരിക്കും. നമുക്ക് അടുത്ത് നോക്കിയാലോ? ഇതൊരു ചെറിയ ഗിഫ്റ്റ്, നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കിയാലോ? പണ്ടേ ഞാൻ ഇങ്ങനത്തെ പേപ്പറൊക്കെ പൊട്ടിച്ചു വയ്ക്കുമായിരുന്നു. ബുക്കിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന പേപ്പറൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കാറുണ്ട്. ഞാനൊന്നും പാഴാക്കി കളയില്ല. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസിനൊക്കെ പോവായിരുന്നു. അപ്പൊ ഞാൻ ക്രാഫ്റ്റില് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നു സ്ലേറ്റ് പേപ്പർ ഒക്കെ വെച്ചിട്ട്. ഇതെന്തോ ലാമ്പാണേ, ക്രിസ്റ്റൽ ടേബിൾ ലാമ്പ്. നോക്കാം. ഞാൻ നോക്കിടാന്ന ഒരു കേബിൾ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ? അതൊരു വെറൈറ്റി ആയല്ലോ. ആണോ? അതിന് അങ്ങനെ നോക്കിയതേ, ഇതേ ബാറ്ററി ഉണ്ട്. 3 ബാറ്ററി ഉണ്ട്. അതറിയാൻ പാടില്ല. കേബിൾ ഉണ്ടാവും ചിലപ്പോ. ഇതൊന്ന് ഇട്ട് നോക്കി നമുക്ക് കത്തിച്ച് നോക്കാം. ഞാനിടാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓണാക്കുന്നുണ്ട്
കുഞ്ഞാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഞങ്ങള് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ആ ലൈറ്റ് കൂടെ ഓഫ് ചെയ്യുന്നു. ആ ഫുൾ ഓഫ് ചെയ്യും. ഞങ്ങള് ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളെ ഈ ഫെയറി ടീൽസിനകത്ത് കാണുന്ന പോലെ ഉണ്ടല്ലേ. അയ്യോ നല്ല കളർ വരുന്നുണ്ടല്ലേ. നിനക്ക് ഇതിൽ ഏറെ ഇഷ്ടപ്പെട്ട ഞാൻ പറയട്ടെ. വാമല്ലേ? എനിക്കറിയാം. അപ്പൂസിന് ഇഷ്ടപ്പെട്ടൊരു കളർ വാമ. ക്യാമറയിൽ നോക്കട്ടെ. അറിയാൻ പറ്റുന്നുണ്ടല്ലേ? കളറല്ലേ? ഓ നൈസ്. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കാം. ഇനി നമുക്ക് ഇത് നോക്കിയാലോ. നൈസ് ആയിട്ടുണ്ടല്ലേ. ഇത് എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാലോ. ഇത് മിക്കൊരു ഫ്രെയിം ആയിരിക്കും കേട്ടോ. ഇത് ഉറപ്പാ ഫ്രെയിം തന്നെയാ. സാറ് നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ. ഹായ്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മെമ്മറിയാ ഞങ്ങളുടെ ഒരു ഷൂട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഫസ്റ്റ് ഷൂട്ടായിരുന്നു. ഞങ്ങളുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിരിക്കും ആ ഒരു ഷൂട്ട്. നമ്മൾ ഒരുമിച്ച് ചെയ്ത ഫസ്റ്റ് ഷൂട്ട്. അതും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ഷൂട്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഈ പച്ച പൊട്ടിച്ച് നോക്കിയാലോ. ഇത് ഫ്രെയിം തന്നെയായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു മറ്റേ അല്ലാത്ത ഈ ദൃശ്യം പറ്റില്ല. തീമൊക്കെ അങ്ങനെ എന്താണോ? ആ എനിക്ക് തോന്നി. ഇത് നമ്മുടെ തൃശ്ശൂരിൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ഒരു അല്ലേ. അമ്മ ഒരു തൃശ്ശൂരത്തെ അപ്പൊ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൊട്ട് ഫ്രണ്ടില് കുറെ നേരം കൊണ്ട് ഇതെന്താടാ ഇതെന്തായിരിക്കും. നമ്മുടെ പാലകാസിൽ പിന്നെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നേ. പക്ഷെ അത് ഇത്ര ഇല്ലായിരുന്നു കേട്ടാ. നോക്കട്ടെ. ഇവിടെ ഇതും കട്ട് ചെയ്യണം ഞാൻ. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. എന്താ അറിയില്ല. നല്ല വെയിറ്റ് ഉണ്ടാ. വിഗ്രഹം വല്ലോ ആണോ? സോറി എന്റെ പ്രഡിക്ഷൻ ഇതാണ് തെറ്റി. നീ പറ എന്തായിരിക്കും. ഒരു രൂപമാണേ. അത് എന്ത് രൂപമാണെന്ന് പ്രഡിക്റ്റ് ചെയ്യും. അല്ല ഒരു ക്ലൂ തരാം. ഒരാളാ. ശ്രീബുദ്ധൻ. നൈസ് ആയിട്ടുണ്ട്. ഇരുട്ടുന്നുണ്ടല്ലേ കുഞ്ഞ്. നമ്മുടെ രാത്രി ആവുന്നുണ്ട്. അതിന്റെയാ വെട്ടം നല്ല കുറവുണ്ടേ. നൈസ് ആയിട്ടുണ്ടല്ലേ. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാം. എന്തോ വിഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി ബാക്ക് വന്നപ്പോഴേ. ഡേറ്റും കൂടെ അറിഞ്ഞപ്പോ. പിന്നെ ഇതുണ്ടല്ലോ ഞാൻ നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഈ പ്ലാസ്റ്റിക് കഴിക്കില്ല. അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് പൊടിയൊന്നും പോകില്ല. അടുത്ത് നോക്കിയല്ലേ നീ. ഇതിൽ എഴുതിയത് നോക്ക്. ഹായ് ശ്രീ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Many many happy returns of the day. Happy birthday to you. എന്റെ കല്യാണം ഡാ. ഹാപ്പി ബർത്ത്ഡേ അടുത്ത മാസം. അയ്യോ കോവാലേ. എടാ നമ്മുടെ ഇതിൽ ആരാന്ന് ഓർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഇവിടെ റിസപ്ഷൻ നടത്തിയില്ലേ. അന്നേരം ആരും എടുത്തതേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് നമ്മുടെ ഇവിടുത്തെ കൈ ഇങ്ങോട്ട് വരിക. എന്തോ ഒരു തോര ഇങ്ങനെ വരില്ലേ. ഇതെന്താ കുഞ്ഞാ നോക്ക്. ഓണത്തിന് കുളിയിറങ്ങാൻ ഒരു ഊര് നമ്മളെ ഊര്.
കിട്ടില്ല. ഗോൾഡൻ കളർ എന്തോ കേട്ടോ. അയ്യോ അച്ചോ. ചെടി 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 ഇതൊക്കെ. അയ്യോ ചെടിയാണത് അല്ലേ? അതിന്റെ കണ്ണ് നോക്ക്, നല്ല രസമല്ലേ? നല്ലൊരു ഗിഫ്റ്റ് ആട്ടോ ഇത്. അതെ അതെ. ഇതേ മുളങ്കാടൊക്കെ മുള രസമുണ്ടല്ലേ? ക്യൂട്ടായിട്ട് നമുക്ക് ഷോക്കേസിലൊക്കെ ഇവിടെ ഷോക്കേസ് ഒക്കെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ വെക്കാൻ ഞാൻ എന്റെ കുഞ്ഞു കുഞ്ഞു പെട്ടിയുടെ കളക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് ഈ പെട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം, കുഞ്ഞു കുഞ്ഞതൊക്കെ. അത് ഞാന് പിന്നെ എന്റെ റൂമിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാം. പക്ഷെ ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തപ്പോ ഞാൻ അതെല്ലാം നിറക്കി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ വെക്കാം. രസമുണ്ട്. ഞാൻ അടുത്ത് നോക്കാം. അടുത്തത് നമുക്ക് ഇത് പഠിച്ചോ, അതാണ് പഠിച്ചോ. ഇതെന്തായിരിക്കും? ഇത് എനിക്ക് തോന്നുന്നത് സീനറി ആവാനാ ചാൻസ്. പിന്നെ ഒരു കൃഷ്ണന്റെ അതെ രസമുണ്ടല്ലേ? സത്യം പറഞ്ഞാലേ ഇതൊക്കെ നമ്മുടെ തൃശ്ശൂരിലെ അമ്മയ്ക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാവും അല്ലേ? ക്രിസ്ത്യന്റെ വർക്കൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ചെടിക്കുട്ടൻ അപ്പുറത്ത് പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ. ഞാൻ ഇതാണോ ക്രിസ്ത്യനൊക്കെ ഇതൊക്കെ മനസ്സിലേ? ഇതെന്തായാലും ഒരു ഫ്രെയിം ആയിരിക്കും, നമ്മുടെ ഫോട്ടോ ഫ്രെയിം ആയിരിക്കും. ഫുള്ള് സ്ക്രാച്ച് ചെയ്യല്ലേ? സെയിം ഫോട്ടോ. അതിന്റെ ഒരു മിനി ഫ്രെയിം നമുക്ക് കിട്ടിയില്ലേ? നല്ല രസമുണ്ട്. അതെ, നമുക്ക് ഒരെണ്ണം തൃശ്ശൂരും ഒരെണ്ണം ഇവിടെ അയക്കാം. ഈ സെയിം അല്ലേ? അതാണ് വേറെ ഫോട്ടോ അല്ലേ? തൃശ്ശൂര് വേറെ ഉണ്ടല്ലേ? ഈ സെയിം തന്നെ വേറെ ഉണ്ട്. ശരിയാ. അടുത്ത നോക്കിയാലോ? ഇനി ഇത് പൊട്ടിക്കാല്ലേ? ഇത്ര രസമായിരുന്നോ? എന്നിട്ടാണോ അധികം വേസ്റ്റ് ഇല്ല. അപ്പൊ എന്തെങ്കിലും ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഞാൻ തോന്നണേ, അറിയില്ല. ഇവർക്ക് എന്താ അറിയാവോ, ഭയങ്കര പ്രഡിക്ഷനാ. ഇപ്പൊ നമ്മള് സിനിമ കാണാൻ വിചാരിക്കും, ഇവിടെ ഭയങ്കരമായിട്ട് പ്രഡിക്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് തെറ്റാവാറുണ്ട്. നമുക്ക് ഇതുപോലെ ഗിഫ്റ്റ് അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈയുടെ ഇത് നോക്കൂ, ഞാൻ മോതിരിട്ട് കൊടുക്കുന്ന പോലെ. നല്ല രസമുണ്ടല്ലേ? ഇത് ഈ ലവിന്റെ ഇടയ്ക്ക് റോസ് നോക്ക് അല്ലേ? രസമുണ്ടേ. നോക്കാം. ഇത് പൊട്ടിച്ചാലോ? അപ്പൊ ഗൈസ്, നമ്മൾ അകത്തിരുന്ന് ട്രൈപോഡൊക്കെ വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് കറണ്ട് പോയി. അപ്പൊ നമ്മൾ പൊട്ടിച്ചോണ്ടിരുന്ന ഗിഫ്റ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ വെളിയിൽ വന്നു ഗൈസ്. ഇത് കാസ്ട്രോൾ അറിഞ്ഞ നമുക്ക് ചെടിയെ പിന്നെ നീക്കിയൊക്കെ ഓടിച്ചു വിടാം. നമ്മള് ഓടിക്കോ, അതിട്ട് കളിച്ചോളൂ. ഇനി നല്ലൊരു കാസ്ട്രോൾ അല്ലേ? കൊള്ളാലേ? ഇനി അടുത്ത് നോക്കിയാലോ? ഇതാണ് പൊട്ടിക്കാൻ പോന്നേ. ഇത് എന്തെങ്കിലും സീനറി പോലെ എന്തെങ്കിലും ആവാനാ ചാൻസ്. വെയിറ്റ് കുറവാ. നോക്കട്ടെ എന്തുവരെയാണ്. നല്ല പാക്കിംഗ് ആയിരുന്നല്ലേ? നല്ല പാക്കിംഗ്. ചെടി അടുത്ത ആളും വന്നു. ട്വിങ്കിളും വന്നു. പറ്റില്ല, എന്റെ പേപ്പർ നോക്കട്ടെ. അവിടെ രണ്ടൊരു യുദ്ധമാ പേപ്പറിലിട്ട്. ഇത് അയ്യോ, ഇത് ഡ്രസ്സാ കുഞ്ഞാ. ഡ്രസ്സോ? ഇത്തവണത്തിന്റെ പ്രഡിക്ഷൻ തെറ്റി ഗൈസ്. ഡ്രസ് ഗൈസ്, ഒരു ഡ്രസ്സാണ് കിട്ടിയേക്കുന്നേ. എന്റെ ഇത്തവണത്തെ പ്രഡിക്ഷൻ അങ്ങ് തെറ്റിപ്പോയി.
ഇത് ഫ്രണ്ടാണ് ഞാൻ ഫ്രണ്ട് ഇത് ബാക്കല്ലോ നൈസ് ആയിട്ടുണ്ടല്ലേ അതിന്റെ ഒരു പാന്റും ഉണ്ട് നീ അടുത്ത് നോക്കിയാലോ കുഞ്ഞാ ഇത് ഡ്രസ് തന്നെ ആവാനാ ചാൻസ് സെയിം പാക്കിങ് കവറിന് കവറിന് മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം പാക്കിങ് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുർത്തയാണ് കേട്ടോ നോക്കട്ടെ നൈസ് ആയിട്ടുണ്ടല്ലേ ആ സെയിം പോലെ തന്നെ കൊള്ളാല്ലേ ഞാൻ ലോങ് എടുത്ത് കാണിക്കാം അതിന്റെ പാന്റും ഉണ്ട് നൈസല്ലേ ഞാൻ നല്ല അപ്പൊ ഗൈസ് എനിക്ക് 2 ഡ്രസ് ഉൾപ്പെടെ കൊറേ സിമ്പിൾ സാധനങ്ങളാ അല്ലേ സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റും പക്ഷെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സാട്ടോ നൈസ് ആയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ ഫുൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ ഞാൻ ഇനി കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരാം അപ്പൊ അതുവരേക്കും ബൈ.